ഞങ്ങളുടെയൊക്കെ തറവാട്ടിൽ പണ്ടൊക്കെ ആണുങ്ങൾ വന്നാൽ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് കൊടുക്കും ബഹുമാനം കൊണ്ട്. അത് ബഹുമാനം കൊണ്ടല്ല, നിങ്ങളുടെ വീട്ടിൽ ഒരു കസേര ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടൊന്നുമല്ല, 2-3 കസേര മോൻ മേടിച്ചിട്ടേക്കോല്ലോ, കേറി ഇരിക്കണം. മാറി മാറി കസേരയിൽ ഇരിക്കാൻ പൊന്നോണത്തിന് കസേര കളി മത്സരം നടക്കൂല്ലോ. ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും കൈവെക്കുന്നിടത്ത് കാല് വെക്കത്തില്ല. എന്താ അവർക്ക് കാലെത്തത്തില്ലായിരുന്നു? ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും തർക്കുത്തരം ഇങ്ങനെ പറയത്തില്ല. ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും ചുമ്മെന്ന് കാണിക്കത്തില്ല. ഞങ്ങളുടെ തറവാട്ടിലെ ആണുങ്ങളൊന്നും ഫേസ് പാക്ക് എടുത്ത് തിന്നത്തില്ല. ഒരു കൊക്കിരുന്ന് മീൻ തിന്നട നോക്കിയാണ്ടാ. എവിടാ? എടാ അത് കൊക്കൊന്നുമല്ല, പോത്ത് പുല്ല് തിന്നണ. പോത്താ? പോത്തായിരുന്നല്ലേ? എടാ കണ്ണിൽ വെക്കാനല്ലേ നീ കണ്ണാടി വാങ്ങിച്ച? അതെപ്പോഴും നിന്റെ മോന്തയിൽ വെച്ചാ എന്ത്? എപ്പോഴും ഞാൻ മോന്തായത്ത് കണ്ണാടി വെച്ചാലേ നാട്ടുകാർ പറയും ഞാൻ കണ്ണ് പൊട്ടനാണെന്ന്. നോക്കടാ, ഒരു തൂക്കണാങ്കുരുവി. അത് തൂക്കണാങ്കുരുവി തന്നെ. ഞാൻ പറഞ്ഞില്ല, തൂക്കണാങ്കുരുവി തന്നെ. പക്ഷെ അത് ശമ്പുണ്ണന്റെ കുരുവിയാണെന്ന് മാത്രം. അങ്ങനെ എപ്പോ ഇടാ കുരുവി വാങ്ങിച്ചാ? എടാ പൊട്ട, അത് കുരുവിയും കൂടാരൊന്നുമല്ല. ശമ്പുണ്ണ ഇരുന്ന് ഇച്ചിമുള്ളണേന്ന്. കണ്ണാടി വെച്ചിട്ട് നോക്കണം. അയ്യേ, ശമ്പുണ്ണന്റെ കുരുവി. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ അവൻ തൂക്കണാങ്കുരുവിനെ പിടിച്ച് കൂട്ടിലാക്കിയേനെ. ചെറിയൊരു കാഴ്ച കുറവേ ഉള്ളൂ എനിക്ക്. മൊത്തം ഇരുട്ടാണല്ലോ ഇവിടെ. സതീശണ്ണ, രാവിലെ തന്നെ തലയിൽ ചാക്കുമായിട്ട് എങ്ങോട്ട്? ചാക്ക, കണ്ണാടി എടുത്ത് വീടാ ഒന്ന്. പക്ഷെ പണിക്കര മാമന കണ്ണ് കാണാൻ പറ്റണോണ്ടേ കണ്ണാടി വെച്ചില്ലായിരുന്നു ഞാൻ. കണ്ണ് പൊട്ടനാണെങ്കിൽ കണ്ണാടി വെച്ച് നടക്കണം. കേടാ സതീശണ്ണ, ആ പന്ന പറട്ടക്കളവും പണിക്കരി എന്നെ കണ്ണ് പൊട്ടാണ്. കണ്ണ് പൊട്ടൻ ഞാനല്ല, അവന്റെ അച്ഛനും അവന്റെ അപ്പനുമാണ്. കണ്ണ് പൊട്ടനാണെങ്കിൽ ഞാൻ നിങ്ങൾ വിചാരിച്ച് വേറെ ആർക്കെങ്കിലും സംസാരിക്കൂലായിരുന്നു. നിങ്ങളൊന്നും മിണ്ടാത്ത അല്ലെങ്കിൽ 100 നാവാണല്ലേ. മോന കണ്ണാടി ഒന്ന് വെച്ചാണ്. പണിക്കര മാമന, ഞാൻ പണിക്കര മാമന്റെ അച്ഛനെ അപ്പനെ സ്മരിച്ചതേ ഉള്ളൂ. തന്നെ മാമ ഒരു കോൾഗേറ്റ്. കോൾഗേറ്റ്. ഇതല്ല, ആ കോൾഗേറ്റ്. അത് ക്ലോസപ്പ് അല്ലേ മോനെ? ആ ക്ലോസപ്പ് ആണ് ഞങ്ങൾ എന്നും വാങ്ങിക്കാറുള്ള കോൾഗേറ്റ്. മാഗി ഉണ്ടോ? മാഗി തീർന്നിക്കണ് കേട്ടോ. അപ്പൊ അതെന്തായിരിക്കുന്നേ? അത് ഇപ്പി അല്ലേ? ഇപ്പി മാഗി മതി. വേറെന്തേലും? വേറെ ഒരു ഫ്രൂട്ടി. മാസയുടെ ഫ്രൂട്ടി ആയിരിക്കും അല്ലേ? അല്ല, ഫ്രൂട്ടിയുടെ ഫ്രൂട്ടി. എടാ അളിയാ, ഞാൻ പുതിയ ഐഫോൺ എടുത്തു. ഏത്? ആപ്പിളിന്റെ. പിന്നെ അത്തിപ്പഴത്തിനുണ്ടോ ഐഫോണ്? ഏതടാ വെൻ? അത് കലക്കി കൊടുത്താ കൊല്ലത്തും കിട്ടും അല്ലടാ മോനെ. ഇതിപ്പോ എത്ര കണക്ക് കൂട്ടിക്ക? ഇതിപ്പോ മാസ നൂഡിൽസ് ക്ലോസപ്പ് 50. എന്നതെല്ലാം അടുത്തോടെ തന്നെ തിരിച്ചു വെച്ചേക്ക്. ക്യാൻസൽ. ഇപ്പൊ കൊടുത്താ കൊല്ലം വരെ പോണ്ട ആവശ്യമില്ല ഏട്ടാ, കൊടുത്തോടത്തുനിന്ന് തന്നെ കിട്ടും. അതാ ട്രെൻഡ്. ഹലോ, ഇതാരാ? അത് ശരി, നിങ്ങൾ എന്റെ ഫോണിന്റെ അകത്തൊക്കെ ഒരു മിസ് കോൾ ഇട്ടിങ്ങല്ലോ. നിങ്ങൾ ആരാണ്? ഹലോ, അതിനെന്താ? മിസ് കോൾ അല്ലേ വന്ന്, മിസൈലൊന്നും വന്നില്ലല്ലോ. സൽമാൻ ഖാൻ. ഞാനോ? ചേട്ടാ, ഇതുവരെ ആരും ഇത് പറഞ്ഞിട്ടില്ലേ? ഇല്ല, ആരും അങ്ങനെ എന്നോട് ഇതേപോലെ സംസാരിച്ചിട്ടില്ല. ചേട്ടനെ കണ്ട സൽമാൻ ഖാനെ പോലെ തന്നെ ഉണ്ട്. ഞാനോ? ഒരു സെക്കൻഡ്. അങ്ങനാടി പോയിട്ട് വെമ്പിളാരൊക്കെ കണ്ടാ? എനിക്ക് ഇങ്ങനെ പല ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. സത്യം പറഞ്ഞു ചേച്ചി, ഇവിടെയാണ് എനിക്ക് റോൾ റെഗുലേഷൻ അല്ലേ. പാവാട്ടി മണ്ടോ പോട്ടൊക്കെ പോയിട്ട് ഇല്ലല്ലോ. മീഡിയയുടെ മുന്നേ ഇങ്ങനെ കീഴും നോക്കിക്കോ ചേച്ചി. ജീവിതം പോലെ ഞാൻ നശിപ്പിച്ച് കളമി ജാൻമണി ദാസ്. എനിക്ക് വീട്ടിലെ പോണം, എനിക്ക് വീട്ടിലെ പോണം. സദ്യ വേണ്ട എങ്കിൽ പിന്നെ ബിരിയാണി ഫിക്സ്. ഫിക്സ്. ഒട്ടകത്തിന്റെ ഇറച്ചിയാവുമ്പോ നല്ല രുചിയാണ്. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. പക്ഷിയാ? കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി? അറബിയിലൊരു ചൊല്ലുണ്ട്, അൽ അന്നമിൻ ആളഹ അൽ ഒട്ടഹ. അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. അഥവാ ആരോ ഒരുവൻ ഒട്ടകങ്ങളെ ഉപദ്രവിച്ചാൽ അൽ ഫത്തലു, അവനെ 10 ഊരി അടിക്കണമെന്നാണ് താറ മരുഭൂമിയിലെ നിയമം. എനിക്ക് പലിശ സഹിതം 2 ലക്ഷം 50,000. നിന്റെ സ്ത്രീധനം മൊത്തം വരവ് 12 ലക്ഷം. ചെലവ് കഴിച്ച് 2,45,312 രൂപ ലാഭം. മാത്രമല്ല അവളൊരു പൊന്മുട്ട ഇടുന്ന താറാവാണ്, ഒരിക്കലും പൊരുന്നത്തില്ല. സ്റ്റോറി ഒട്ടും വിശ്വസനീയമല്ല. ഇത് നേരിട്ട് കാണാതെ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നേ. ഓഹോ, അപ്പൊ താൻ നേരിട്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ. അതെ, ശരി. തന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അത് ഇല്ലല്ല. പക്ഷെ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നതായി താൻ വിശ്വസിക്കുന്നല്ലേ ഉള്ളൂ. അതല്ലല്ലോ മാണി ഇങ്ങോട്ട് എന്നും പണയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഞാനേ കേരള ടുഡേ MD-യുടെ വൈഫിന്റെ വളരെ അടുത്തൊരു ബന്ധുവാ. മുറയ്ക്കാൻ 1:45. നിങ്ങൾ കയറിയിട്ട് ഇന്നേ വരെ സമയത്തിന് ഭക്ഷണം കിട്ടിയിട്ടില്ല. ഇന്നലെ വൈകുന്നേരം ഒഴിച്ച് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ നിങ്ങളുടെ ടാസ്കിന്റെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റിന്റെ
അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇവിടെ ഇന്നും ലക്ഷറി ലൈഫ് ഒന്നും കിട്ടില്ല. ഇതാണോ ലക്ഷറി ലൈഫ്? രാവിലെ 10 മണിക്ക് കിട്ടണത് ഉച്ചയ്ക്ക് 1 മണിക്ക് കിട്ടുക, 1 മണിക്ക് കിട്ടുക രാത്രി 10 മണിക്ക് കിട്ടുക. അതാണോ ലക്ഷറി ലൈഫ്? കറക്റ്റ് 10 മണിക്കും പിന്നെ BP ഷുഗർ ഉള്ളവർക്കൊക്കെ ഉപ്പ് കോരിട്ടിട്ട് കൊടുക്കുക, പഞ്ചസാര കൂട്ടി കൊടുക്കുക. അയ്യ ഭയങ്കര കിച്ചണ്ടി. പറ്റില്ല, വെള്ളം ചൂടാക്കണം. ഇവിടെ പറഞ്ഞ വെള്ളം ചൂടാവോ? പോയി തീ പിടിപ്പിക്കും. ഈ വെറുതെ അങ്ങോട്ട് പിടിക്കോ? വിറക് പറയെ പോയി വിറകെടുത്തോണ്ട് വരിക. വിറക് എടുത്തു വിചാരിക്കുക, പോയി വെള്ളം കോരിക്കേ. വെള്ളം കോരിയിലങ്ങോട്ട് വിചാരിക്കുക, ചെമ്പെടുത്ത് കെന്റിക്കരയ്ക്ക് നടന്നോളുക. ഞാൻ പുറകിലുണ്ടെന്ന് വിചാരിക്കുക, ഞാൻ നടന്നോന്നങ്ങനെ വിചാരിക്കുക. ആ കുരങ്ങൻ എന്റെ കൂട്ടുകാരനാ, അവന്റെ പേര് ബുജി. ബുജി